discuss about harmonic functions. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസിൽ നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ phi of two real variables x and y is said to be harmonic in a given domain of the xy plane if toward the domain it has continuous partial derivatives of the first and second order and satisfy the partial differential equation phi xx of x comma y plus phi yy of x comma y equal to 0. That is dou square phi by dou x square plus dou square phi by dou y square equal to 0. This partial differential equation is known as Laplace equation and is also written as del square phi equal to 0. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. എക്സും വൈയും വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഫൈ എന്ന് പറയുന്നത്. ആ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഹാർമോണിക് ആവണമെങ്കിൽ, തന്നിട്ടുള്ള ഡൊമൈനിൽ ഹാർമോണിക് ആവണമെങ്കിൽ അതിന് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡർ കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതുകൂടാതെ ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആവുകയും കൂടെ ചെയ്യണം. അപ്പം ഇത് ഇങ്ങനെ 0 കൂടെ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയാ ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് പറയും. അപ്പം ഈ ഇക്വേഷനെയാണ് നമ്മൾ പറയാ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയും. ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയും. അപ്പൊ അതിന് നമ്മൾ ഡെൽ സ്ക്വയർ ഫൈ എന്നും ഇതിന് പകരം എഴുതാം. ഡെൽ സ്ക്വയർ ഫൈ എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഇതാണ് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടൊരു തിയറം ഉണ്ട്. തിയറം എന്താന്ന് നോക്കാം. തിയറം ഇതാണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് I into v of xy is analytic in a domain D, then its component functions u and v are harmonic in D. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് യുവും വിയും ഹാർമോണിക് ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്യാം. സിൻസ് എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് ഇൻ ദ ഡൊമൈൻ D, partial derivatives of u and v exist and are continuous in D and they satisfy Cauchy-Riemann equations. അപ്പോൾ എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആയതുകൊണ്ട് അതിൻ്റെ കമ്പോണൻസ് യുവിനും വിക്കും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൂടാതെ Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. Therefore we have ux equal to vy and uy equal to minus vx. Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഈ ഇക്വേഷൻ 1നെ നമ്മൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതുപോലെ ഇക്വേഷൻ നമ്പർ 2നെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ഇക്വേഷൻ 2 partially with respect to y, we get uxx equal to vyx and ഇവിടെ uyy equal to minus vxy. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് കാൽക്കുലസിലുള്ള ഒരു തിയറം വെച്ചിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഇത് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. വി എക്സ് വൈ എന്ന് പറയുന്നത് വി വൈ എക്സിനോട് ഈക്വൽ ആയിരിക്കും. ബൈ എ തിയറം ഇൻ അഡ്വാൻസ്ഡ് കാൽക്കുലസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് വി എൻഷുവേഴ്സ് ദാറ്റ് വി എക്സ് വൈ ഈക്വൽ ടു വി വൈ എക്സ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 3 ഇക്വേഷൻ 4 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഹെൻസ് ആഡിങ് ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4 വി ഗെറ്റ് ഇക്വേഷൻ 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു വി വൈ എക്സ് മൈനസ് വി എക്സ് വൈ. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു
0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് യു ഈസ് ഹാർമോണിക് ഇൻ ഡി. യു ഈസ് ഹാർമോണിക് ഇൻ ഡി. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, വിയുടെ കേസിലും സോൾവ് ചെയ്യാം. അപ്പൊ യു ഹാർമോണിക് ആണെന്ന് കിട്ടി. ഇനി ഇതുപോലെ യു ഹാർമോണിക് ആണെന്ന് കിട്ടി. ഇനി ഇതുപോലെ വി ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ തിയറം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം റിമാർക്ക് ആയിട്ട് എഴുതിക്കോ, ദ കോൺവേഴ്സ് ഓഫ് ദ എബോവ് തിയറം നീഡ് നോട്ട് ബി ട്രൂ. അപ്പൊ ഇതിന്റെ കോൺവേഴ്സ് എപ്പോഴും ശരിയാവണം നിർബന്ധമില്ല. ദാറ്റ് ഈസ് യു ആൻഡ് വി ആർ ടു ഹാർമോണിക് ഫങ്ഷൻസ് ഓഫ് ഫങ്ഷൻസ്. യു വിയും ഹാർമോണിക് ആണെങ്കിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ആവണമെന്ന് നിർബന്ധമില്ല. യു ആൻഡ് വി ആർ to harmonic functions need not imply that f of z equal to u plus iv is analytic. അപ്പോൾ അത് കോൺവേഴ്സ് ട്രൂ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം നമുക്ക്. പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് u equal to x square minus y square, v equal to minus y by x square plus y square both satisfy Laplace equation, that is are harmonic, but u plus iv is not an analytic function of z. അപ്പോൾ യു വിയും തന്നിട്ടുണ്ട്, രണ്ടും ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹാർമോണിക് ആണ് അത്, പക്ഷെ യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് അനലിറ്റിക് അല്ല. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച തിയറത്തിന്റെ കോൺവേഴ്സ് ആണ്. അപ്പൊ അത് ശരിയല്ല, എപ്പോഴും ശരിയായിരിക്കണം നിർബന്ധമില്ല എന്ന് കാണിക്കാനുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ചെയ്യാം. ഹിയർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുക. യു എക്സ് എന്ത് വരും, 2x ആൻഡ് യു വൈ മൈനസ് 2y. യു എക്സ് എക്സ് എന്ത് വരും, 2. യു വൈ വൈ മൈനസ് 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ എന്ത് കിട്ടി, 2 minus 2 0 കിട്ടി. അപ്പൊ ദസ് യു ഹാസ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ യു ഹാർമോണിക് ആണ്, ഹെൻസ് യു ഈസ് ഹാർമോണിക്. യുവിന്റെ കാര്യം ശരിയായി. ഇനി അതുപോലെ വി എക്സും വി വൈയും കണ്ടുപിടിക്കാം. ഹിയർ വി എക്സ് ഈക്വൽ ടു ഇത് വരും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വരും, മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. ഇവിടെ y എന്ന് പറയുന്നത് വേറെ വേരിയബിൾ കോൺസ്റ്റന്റ് ആയിട്ടാണല്ലോ ഇവിടെ വരിക. അപ്പൊ അങ്ങനെ ചെയ്താലും മതി. ഇത് വരും മൈനസ് വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കുന്നത്. 1/x² പ്ലസ് വൈ സ്ക്വയർ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇത് വരും മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ആയി, x² പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. പിന്നെ x² പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2x². അപ്പൊ 2x². അപ്പൊ ഇങ്ങനെയാണ് വരിക അല്ലെ, 2y(x²) 2x. നമുക്ക് ഇങ്ങനെ എഴുതാം, 2xy ബൈ x² പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതുപോലെ എന്ത് ചെയ്യുക, വി വൈ കണ്ടുപിടിക്കുക. വി വൈ കാണുമ്പോൾ താഴെ മുകളിൽ അപ്പോൾ ക്വോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഇത് വരും x² പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് വൈ ഇൻറ്റു x² പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2y ബൈ x² പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ പ്ലസ് വരും, 2y² മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, y² വരും. അപ്പൊ നമുക്കിവിടെ y² മൈനസ് x² ബൈ x² പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ വി എക്സും വി വൈയും കിട്ടി.
ഇനി എന്ത് ചെയ്യാം? വി എക്സ് എക്സ് വി വൈ വൈ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് വി എക്സ് എക്സ് കണ്ടുപിടിക്കണം. വി എക്സ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? വി എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2xy എന്ത് വരും? 2x മൈനസ് 2xy ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ പവർ 4. അപ്പം ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? 2xyൻ്റെ ഡെറിവേറ്റീവ് 2y ആണ്. 2y ആണ് കേട്ടോ. പിന്നെ ഇവിടെ എന്ത് വരും? ഇതിങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ 2y മൈനസ് ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8 എക്സ് സ്ക്വയർ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ പവർ 4 ആണ്. അപ്പോൾ ഇത് ആദ്യം സിംപ്ലിഫൈ ചെയ്യാൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എല്ലായിടത്തും ഉണ്ട് അല്ല, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ രണ്ടെണ്ണമുണ്ട്, ഇവിടെ നാലെണ്ണമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒന്നും ഇവിടുന്ന് ഒന്നും ഇവിടുന്ന് ഒന്നും കൂടെ പോയി അത്രയും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പം എന്ത് കിട്ടും? 2x സ്ക്വയർ വൈ പ്ലസ് 2y ക്യൂബ് മൈനസ് 8x സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ ക്യൂബ്. അപ്പോൾ ഇവിടെ 2x സ്ക്വയർ വൈ ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? 2y ക്യൂബ് മൈനസ് 6x സ്ക്വയർ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ വി എക്സ് എക്സ് കിട്ടി. ഇനി അടുത്ത ഇതുപോലെ വി വൈ വൈ കണ്ടുപിടിക്കാം. വി വൈ വൈ. അപ്പോൾ വി വൈനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ത് വരും? 2y മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ത് വരും? 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ത് വരും? 2y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ അല്ല, ഓൾ സ്ക്വയറിൻ്റെ പവർ 4. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉള്ളത് ഓരോന്ന് കോമൺ ആയിട്ട് നേരത്തെ എടുത്ത പോലെ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് പോയി, ഇവിടെ നിന്ന് പോയി, ഇവിടെ നിന്ന് പോയി. ബാക്കിയുള്ളത് 2x സ്ക്വയർ വൈ പ്ലസ് 2y ക്യൂബ് മൈനസ് ഇവിടെ എന്ത് വരും? 4y ആണ്, y ഇതിന് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 4y ക്യൂബ് മൈനസ് മൈനസും പ്ലസ് 4x സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ ക്യൂബ്. ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാ? ഇത് രണ്ടും കൂടെ 6 6x സ്ക്വയർ വൈ ഇവിടെ മൈനസ് 2y ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ ക്യൂബ്. പിന്നെ വി എക്സ് എക്സും വി വൈ വൈയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം.
എക്സ് എക്സ് എന്താ 2y³ മൈനസ് 6x² ഡിവൈഡഡ് ബൈ x² പ്ലസ് y² ഹോൾ ക്യൂബ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ vy 6x² മൈനസ് 2y³ ബൈ x² പ്ലസ് y² ഹോൾ ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. 2y³ മൈനസ് 2y³ പോയി, മൈനസ് 6x² പ്ലസ് 6x² പോയി. ആൻസർ എന്ത് കിട്ടി? 0. So thus v has continuous partial derivatives of first and second order and it satisfies Laplace equation. Hence v is harmonic. പിന്നെ ഇവിടെ എന്താ നോക്കേണ്ടത്? ux ഉം vy ഉം ഈക്വൽ ആണോ? അല്ല. ux ഉം vy ഉം ux എന്ന് പറഞ്ഞാൽ 2x ആണ്, vy എന്ന് പറഞ്ഞാൽ y² മൈനസ് x² ബൈ x² പ്ലസ് y² ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ബട്ട് ux not equal to vy and uy not equal to minus vx. ഇവിടെ അങ്ങനെയാണ്. That is partial derivatives of u and v do not satisfy Cauchy-Riemann equations. Hence f of z is not analytic. ux ഉം vy ഉം ഈക്വൽ അല്ല, അതുപോലെ uy ഉം മൈനസ് vx ഈക്വൽ അല്ല. അപ്പോൾ ഇത് ഹാർമോണിക് ആണ്, പക്ഷേ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ നമ്മുടെ കോൺവേഴ്സ് ഓഫ് ദ തിയറം ഈസ് നോട്ട് ട്രൂ. നെക്സ്റ്റ് നോക്കാനുള്ളത് നമുക്ക് ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണ്. ഇഫ് ടു ഫങ്ഷൻസ് u and v are harmonic in a domain D and their first order partial derivatives satisfy Cauchy-Riemann equation throughout D, then v is said to be the harmonic conjugate of u. അപ്പോൾ യു വി എന്ന് പറഞ്ഞ രണ്ട് ഫങ്ഷൻസ് ഡി എന്ന് പറഞ്ഞ ഡൊമൈനിൽ ഹാർമോണിക് ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അവരുടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറഞ്ഞ ഡൊമൈനിൽ, അപ്പോൾ വി എന്ന് പറയുന്നത് യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എഫ് ഓഫ് സെഡ് എങ്കിൽ അത് അനലിറ്റിക് ആണ്. ഒരു ഡൊമൈൻ ഡിയിൽ അനലിറ്റിക് ആണെങ്കിൽ വി എന്ന് പറയുന്നത് എന്താ? യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയിരിക്കും അല്ലേ? ദെൻ വി എന്ന് പറയുന്നത് യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയിരിക്കും. അപ്പോൾ കോൺവേഴ്സ്ലി ഇഫ് വി ഈസ് എ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു ദെൻ ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് ഇൻ ഡി. അപ്പോൾ അത് നമുക്ക് രണ്ട് പാർട്ടും ട്രൂ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാം, എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു u of xy plus I into v of xy is analytic in a domain D if and only if v is a harmonic conjugate of u. അപ്പോൾ ഇത് if and only if ആണ്. അപ്പോൾ f of z ഡൊമൈൻ ഡിയിൽ അനലിറ്റിക് ആണെങ്കിൽ v യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയിരിക്കും. അതുപോലെ നേരെ തിരിച്ച് v യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണെങ്കിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഡൊമൈൻ ഡിയിൽ അനലിറ്റിക് ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ലെറ്റ് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു 4xy മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3xy². ഷോ ദാറ്റ് യു ഈസ് എ ഹാർമോണിക് ഫംഗ്ഷൻ. അതാണ് നമുക്ക് ഫസ്റ്റ് കാണേണ്ടത്. യു ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് ഷോ ചെയ്യണം. പിന്നെ ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോൺജുഗേറ്റ് ആൻഡ് ഹെൻസ് ദ മോസ്റ്റ് ജനറൽ അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് വിത്ത് യു ആസ് എ റിയൽ കമ്പോണൻറ്റ്. അപ്പോൾ യു ഹാർമോണിക് ആണെന്ന് ആദ്യം കാണണം, പിന്നെ യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം ഒരു യു ഹാർമോണിക് ആണെന്ന് കിട്ടണം. അതിനായിട്ട് എന്ത് ചെയ്യണം? യു എക്സ് കണ്ടുപിടിക്കുക. യു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 4y മൈനസ് 3x² പ്ലസ് 3y². യു എക്സ് എക്സ് എന്ത് വരും? യു എക്സ് എക്സ് എന്ന് പറയുന്നത് -6x. അതുപോലെ യു വൈ
യു വൈ എന്ന് പറയുന്നത് 4x മൈനസ് അല്ല പ്ലസ് 6x ഇത്രയല്ലേ ഉള്ളൂ. 6xy യു വൈ വൈ എന്ത് വരും? ഇവിടെ 6x. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഇത് കിട്ടും -6x പ്ലസ് 6x 0 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദസ് യു ഹാസ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻസ് എവരിവെയർ. ഹെൻസ് യു ഈസ് ഹാർമോണിക് ത്രൂ ഔട്ട് ദ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. യു എന്ന് പറയുന്നത് ഹാർമോണിക് ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? Suppose let V be the harmonic conjugate of U. Then by definition of partial derivatives of U and V satisfy Cauchy-Riemann equation. അപ്പം V യുവിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആണെങ്കിൽ യുവും വിയും Cauchy-Riemann equation satisfy ചെയ്യും. Then by definition partial derivatives of U and V satisfy Cauchy-Riemann equations. Vy of xy equal to ux of xy which is equal to എന്താ? നമ്മൾ ux കണ്ടുപിടിച്ചായിരുന്നു. 4y minus 3x square plus 3y square ആണ്. vy എന്ന് പറയുന്നതാണ്. ഇനി vx എന്ന് പറയുന്നത് എന്താണ്? -uy ആയിരിക്കും. uy എന്താണ് നമുക്കറിയാം. അപ്പം അതിൻ്റെ കൂടുതൽ മൈനസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ -4x -6xy എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടും. vyയും vxും കിട്ടിയാൽ നമുക്കിനി v എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ആ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? v കിട്ടുമല്ലോ. നമ്മൾ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ മെത്തേഡ് വെച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു y. ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു y. ഇവിടെ x കോൺസ്റ്റൻ്റ് ആണ്. കൺസിഡറിങ് x ആസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്ത് കിട്ടും? then we get v of xy equal to with respect to y ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4y square by 2 കിട്ടും. ഇവിടെ 2 ആവില്ലേ? -3x square y plus 3y cube by 3. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 2y square minus 3x square y plus y cube. പിന്നെ ഇവിടെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. അത് ചിലപ്പോൾ എക്സിന്റെ ഫംഗ്ഷൻ ആവുമല്ലോ, കാരണം എക്സ് ഇവിടെ കോൺസ്റ്റന്റ്. ഇത് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ വി എക്സ് വൈ കിട്ടി. വേർ ഫൈ ഈസ് ആൻ ആർബിട്രറി ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 3നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 3 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം എന്ത് കിട്ടും? വി എക്സ് കിട്ടും. വി എക്സ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും -6xy. ഇവിടെ 0, ഇവിടെ 0 പ്ലസ് 5' ഓഫ് എക്സ്. അപ്പോൾ വി എക്സ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 4. നമുക്ക് ഓൾറെഡി ഒരു വി എക്സ് അറിയാലോ. അപ്പോൾ ആ വി എക്സും ആയിട്ട് ഇത് ഒന്ന് കമ്പയർ ചെയ്യാം. അത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 2 ആൻഡ് 4 കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ -6xyയും -6xy ഉണ്ട്. അപ്പോൾ 5' ഓഫ് എക്സ് ഈക്വൽ ടു -4x എന്ന് കിട്ടും. കമ്പയറിംഗ് ഇക്വേഷൻ 2 ആൻഡ് 4 we get 5' of x equal to -4x. Hence 5 of x equal to എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി.
മൈനസ് 4x ഇൻ്റഗ്രേറ്റ് മൈനസ് 4x² 2 പ്ലസ് ഒരു കോൺസ്റ്റന്റ്. ഇത് കിട്ടും മൈനസ് 2x² പ്ലസ് k നീട്ടി 5x. അപ്പോൾ ഹെൻസ് ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് u ഈസ് v of xy equal to 2y² minus 3x² y plus y³ plus 5 of x എന്താണ് മൈനസ് 2x² plus k. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കറസ്പോണ്ടിങ് അനാലിറ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് എഴുതാലോ. എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ആണ്, അത് എഴുതണം. അപ്പോൾ യു വിയും കിട്ടിയപ്പോൾ നമുക്ക്. അപ്പോൾ the corresponding analytic function is f of z equal to u plus iv. u എന്ന് പറയുന്നത് 4xy മൈനസ് x³ പ്ലസ് 3xy² ആണ് കിട്ടിയത്. പിന്നെ v എന്ന് പറയുന്നത് i ഇൻറ്റു 2y² മൈനസ് 3x² പ്ലസ് y³ മൈനസ് 2x² പ്ലസ് k. ഇതാണ് നമ്മുടെ എന്താ u പ്ലസ് ഐ വി എന്ന് പറയുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേറെ ഫോമിലൊക്കെ മാറ്റി എഴുതാം, സിംപ്ലിഫൈ ചെയ്തിട്ട് സെഡിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതാം അല്ലേ. സെഡിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വി ആണല്ലോ, അപ്പോൾ ആ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. നോക്കി നോക്കാം. ഇതിൽ ഞാൻ മൈനസ് x³ പിന്നെ പ്ലസ് 3xy² ഒരുമിച്ച് എടുത്തു. ബാക്കി i ഇൻറ്റു y³ മൈനസ് 3x²y. ഇത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് പ്ലസ് ഐ വൈൻ്റെ ഓൾ ക്യൂബ് പോലെയല്ലേ. ഒരു മൈനസ് ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ല, ഒരു മൈനസ് z³ എന്ന് പറഞ്ഞ ഫോമിലേക്ക് ആക്കാം ഇതിനെ. ഇനി ബാക്കിയുള്ളത് ഏതൊക്കെയാ? -2 ഞാൻ ഇവിടുന്ന് എടുക്കുകയാണ് പുറത്ത്. -2 ഇതും പോയി. ബാക്കിയുള്ളതെന്ന് -2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ -2ഉം ഐയും പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്ത് x² ഉണ്ട്. ഇവിടെ മൈനസ് പുറത്തെടുത്തുകൊണ്ട് -y² വന്നു. പിന്നെ ഏതാ ഉള്ളത്? അത്രയല്ലേ ഉള്ളൂ. പിന്നെ 4xy ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ഒരു ഐ പുറത്തെടുത്തുകൊണ്ട് ഇവിടെ എന്ത് വരും? -i പുറത്തെടുത്തുകൊണ്ട് ഇവിടെ പ്ലസ് ഐ അല്ലേ, +2i കൊടുക്കാം. ഇവിടെ 2ഉം 2ഉം 4 ആവും xy. ബാക്കിയുള്ളത് i ഇൻറ്റു k. അപ്പം ഇതിനെങ്ങനെ എഴുതാം? -z³. ഇതെന്താണ്? -2i ഇൻറ്റു z² ആണിത് പ്ലസ് ik. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നതാണ് -z³ മൈനസ് 2iz² പ്ലസ് ik. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് കിട്ടി. ഇനി അടുത്തൊരു റിമാർക്കാണ്. ഇപ്പം നമ്മൾ വി എന്ന് പറയുന്നത് യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. യു എന്ന് പറയുന്നത് റിയൽ പാർട്ടും വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമാണ്. അപ്പോൾ വി യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണെങ്കിൽ യു എന്ന് പറയുന്നത് വിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ദാറ്റ് ഈസ് ഇഫ് വി ഈസ് എ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു ഇൻ സം ഡൊമെയിൻ, ഇറ്റ് ഈസ് നോട്ട് in general true that u is a harmonic conjugate of v. അപ്പോൾ v യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണെന്ന് വെച്ചിട്ട് യു വിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താ? ഇവിടെ
യു എന്ന് പറയുന്നത് റിയൽ പാർട്ടും വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമാണ്. ആ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നേരെ തിരിച്ച് റെഡി ആവണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ഇഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക് ദെൻ ദ ലെവൽ കർവ്സ് യു ഈക്വൽ ടു C1 ആൻഡ് വി ഈക്വൽ ടു C2 ആർ ഓർത്തോഗണൽ. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ യു ഈക്വൽ ടു C1 എന്ന് പറഞ്ഞാൽ അതുപോലെ വി ഈക്വൽ ടു C2 എന്ന് പറഞ്ഞാൽ ആ ലെവൽ കർവുകൾ ഓർത്തോഗണൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. യു എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? സിൻസ് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു C1 കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഡി യു എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഡി യു കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ചെയിൻ റൂൾ യൂസ് ചെയ്യുക. ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഇതാണ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ അത് 0 ആണ് വരിക. ഡി യു 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? യു എക്സ് ഡി എക്സ് പ്ലസ് യു വൈ ഡി വൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ഇതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. യു വൈ ഡി വൈ ഈക്വൽ ടു മൈനസ് യു എക്സ് ഡി എക്സ് കിട്ടും. അപ്പം ഡി വൈ ബൈ ഡി എക്സ് ചെയ്യാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു യു വൈനെ അങ്ങോട്ട് കൊണ്ടുപോകാം. മൈനസ് യു എക്സ് ബൈ യു വൈ നീട്ടി അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്. അതായത് രണ്ട് കർവുകൾ ഓർത്തോഗണൽ ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് -1 ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ M1 ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ കർവ് U ഈക്വൽ ടു C1 at xy which is equal to dy by dx ആണ്. അതെന്താണ്? മൈനസ് യു എക്സ് ബൈ യു വൈ ആണ്. അപ്പോൾ ഇതുപോലെ വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു C2 ആണ് അല്ലേ? സിമിലർലി വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു C2 ആണ്. അപ്പം അതിൽ നിന്ന് M2 എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഓഫ് ദ കർവ് V ഈക്വൽ ടു C2 at xy. അതെന്ത് വരും? ഇതുപോലെ മൈനസ് വി എക്സ് ബൈ വി വൈ ഇങ്ങനെ വരും അല്ലേ? നമുക്കറിയാം എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണല്ലോ. സിൻസ് f of z equal to u plus iv is analytic, partial derivatives of u and v satisfy Cauchy-Riemann equations satisfy ചെയ്യും. അതുകൂടാതെ m1 into m2 എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് യു എക്സ് ബൈ യു വൈ ഇൻറ്റു മൈനസ് വി എക്സ് ബൈ വി വൈ കിട്ടും. Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് യു എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? വി വൈ കൊടുക്കാം. അതുപോലെ യു വൈക്ക് പകരം മൈനസ് വി എക്സ് കൊടുക്കാം. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ വരും. മൈനസും മൈനസും കൂടെ കട്ടായിപ്പോയി. നമുക്ക് വി എക്സും കട്ടായി, വി വൈയും കട്ടായി, ബാക്കി -1. M1 into M2 -1 കിട്ടി. അതിനർത്ഥം തന്നെ യു വിയും ഓർത്തോഗണൽ ആണെന്നാണ്. This shows that the product of the gradient of slope of u of xy equal to C1 and v of xy equal to C2 at the common points of intersection is -1. And so the curves u equal to C1 and v equal to C2 cut orthogonally. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത M1 into M2 -1 ആയതുകൊണ്ട്
the product of the slope of u equal to c1 and v equal to c2 at a common point of intersection is -1. അല്ലെ, പ്രൊഡക്റ്റ് സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആണ്. അതുകൊണ്ട് യു വിയും ഓർത്തോഗണൽ ആണ് എന്ന് കിട്ടും. സോ ദ കർവ്സ് യു ആൻഡ് വി കട്ട് ഓർത്തോഗണലി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ യു ഈക്വൽ ടു c1 ആൻഡ് വി ഈക്വൽ ടു c2 എന്ന് പറയുന്ന രണ്ട് ലെവൽ കർവുകൾ എന്താ പറയാ, അത് രണ്ടും ഓർത്തോഗണൽ ഫാമിലീസ് ഓഫ് കർവ് ആണ്. അത് രണ്ടും കൂടെ ഫോം ചെയ്യുന്നത് 2 ഓർത്തോഗണൽ ഫാമിലീസ് ഓഫ് കർവ് ഫോം ചെയ്യുമെന്ന് പറയാം. അപ്പോൾ റിമാർക്ക് ആയിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളാം. The above problem established that if u and v are two harmonic functions that comprise the real and imaginary parts of an analytic function f of z, then the level curves u equal to c1 and v equal to c2 form two orthogonal families of curves. അപ്പോൾ രണ്ടും ഓർത്തോഗണൽ ഫാമിലീസ് ഓഫ് കർവ് ഫോം ചെയ്യും എന്നാണ് പറയുന്നത്.